കെമിസ്ട്രി ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ റേറ്റ് ലാ, റേറ്റ് ഓഫ് റിയാക്ഷൻ, ഓർഡർ, മോളിക്കുലാരിറ്റി എന്നീ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഇൻ്റഗ്രേറ്റർ റേറ്റ് ലാ എക്സ്പ്രഷനാണ്. നമ്മൾ റേറ്റ് ലാ എഴുതിയായിരുന്നു, റേറ്റ് ലായുടെ എക്സ്പ്രഷനും നമ്മൾ എഴുതിയായിരുന്നു. ഇനി നമ്മൾ അതിൻ്റെ ഇൻ്റഗ്രേറ്റർ റേറ്റ് ലാ എക്സ്പ്രഷനാണ് എഴുതാൻ പോകുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് സീറോ ഓർഡർ റിയാക്ഷൻ്റെ കാര്യമാണ്. സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റർ റേറ്റ് ലാ എക്സ്പ്രഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നോക്കുന്നത്. നോക്കൂ, റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായി മാറുകയാണ്. ആർ ഗീവ്സ് പി, റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായി മാറുന്നു എങ്കിൽ നമുക്ക് റേറ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്, ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും. സോ ഞാനിവിടെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ് എഴുതുന്നത്, -dr/dt. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് -dr/dt ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് k ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r റൈസ് ടു സീറോ ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ട് പവർ 0 കൊടുത്തു. സോ അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് -d മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r/dt ഈസ് ഈക്വൽ ടു k ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r റൈസ് ടു 0. ഇനി നമുക്കറിയാം പവർ 0 വന്നാൽ അത് എത്രയാകും? അതിൻ്റെ വാല്യൂ 1 ആകും. സോ അപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r റൈസ് ടു 0 1 ആയി. സോ അപ്പോൾ എന്താ വരിക? -dr/dt ഈസ് ഈക്വൽ ടു k ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r റൈസ് ടു 0യുടെ സ്ഥലത്ത് നമ്മൾ 1 എന്ന് കൊടുത്തു. അപ്പോൾ -dr/dt ഈസ് ഈക്വൽ ടു k എന്ന് നമുക്ക് കിട്ടി. -d മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r/dt ഈസ് ഈക്വൽ ടു k എന്ന് കിട്ടി. സോ അപ്പോൾ റിയാക്റ്റന്റ് പ്രോഡക്റ്റായി മാറുന്നു. നമ്മൾ അതിന്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എടുത്തു, -d മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r/dt ഈസ് ഈക്വൽ ടു k ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r റൈസ് ടു 0 ഓർഡറിന്റെ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതുകൊണ്ട് 0 കൊടുത്തു. ഇനി പവർ 0 എന്നപ്പോൾ അതിന്റെ വാല്യൂ 1 ആണ് കൊടുത്തപ്പോൾ -d മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r/dt ഈസ് ഈക്വൽ ടു k ഇൻറ്റു 1 എന്ന് കിട്ടി. നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഈ dt അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? d മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r ഈസ് ഈക്വൽ ടു -k ഇൻറ്റു dt എന്ന് കിട്ടി. d മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r ഈസ് ഈക്വൽ ടു -k ഇൻറ്റു dt എന്ന് കിട്ടി. നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഈ ഇക്വേഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. സോ ഇന്റഗ്രേറ്റഡ് d മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r ഈസ് ഈക്വൽ ടു -k ഇൻറ്റു ഇന്റഗ്രേറ്റഡ് dt. k ഇന്റഗ്രേറ്റ് ചെയ്യാത്തത്, k എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ടാണ് അത് ഇന്റഗ്രേറ്റ് ചെയ്യാത്തത്. dr-നെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r എന്ന് കിട്ടും. dr മീൻസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ആയ ചെറിയ ഡിഫറൻസ് ആണ്. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് r കിട്ടി. ദെൻ -k ഇൻറ്റു dt ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ അത് എന്തായി മാറി? t ആയി മാറി. dt മീൻസ് സ്മോൾ ടൈം. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ അത് t ആയി മാറി. പിന്നെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് കൊടുക്കണം, i. സോ അപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r ഈസ് ഈക്വൽ ടു -k ഇൻറ്റു t പ്ലസ് i എന്ന് കിട്ടി. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r ഈസ് ഈക്വൽ ടു -k ഇൻറ്റു t പ്ലസ് i എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ആണ്. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, സോ നമുക്ക് ഒന്നും കൂടെ നോക്കാം. റിയാക്റ്റന്റ് പ്രോഡക്റ്റ് ആയി മാറുന്നു. നമ്മൾ അതിന്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എടുത്തു, -dr/dt ഈസ് ഈക്വൽ ടു k ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r റൈസ് ടു 0. r റൈസ് ടു 0 1 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ -d മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r/dt ഈസ് ഈക്വൽ ടു k ഇൻറ്റു 1 എന്ന് കിട്ടി. നമ്മൾ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഈ dt ഇപ്പുറത്ത് വന്നു. അപ്പോൾ d മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r ഈസ് ഈക്വൽ ടു -k ഇൻറ്റു dt എന്നായി. നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. d മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ അത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r ആയി. -k ഇൻറ്റു dt ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ അത് t ആയി മാറി, പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് i. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നമ്മൾ ടൈം 0 എന്ന് എടുക്കുകയാണെന്ന് വെച്ചാൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ടൈം ഇപ്പോൾ 0 ആണ്, t = 0 ആണ്. അപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് r ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? R0 ആയിരിക്കും. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0, ദാറ്റ് മീൻസ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. റിയാക്ഷൻ തുടങ്ങിയിട്ടില്ല, അപ്പോൾ എടുത്ത റിയാക്റ്റന്റ് ഫുൾ അതുപോലെ തന്നെ ഇരിക്കുകയാണ്. ഇനിഷ്യലി ഉള്ള റിയാക്റ്റന്റ് അളവാണ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 എന്ന് പറയുന്നത്. സോ അപ്പോൾ ടൈം 0 ആയാൽ
റിയാക്ടന്റെ കോൺസെൻട്രേഷൻ എത്ര തന്നെ ആയിരിക്കും? ഇനിഷ്യലി എടുത്തു വെച്ചിരിക്കുന്ന തുടക്കത്തിലുള്ള കോൺസെൻട്രേഷൻ തന്നെയാണ്. സോ T=0, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 ആണ്. ഈ വാല്യൂ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ അപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R സ്ഥലത്ത് നമ്മൾ എന്തെന്ന് കൊടുക്കുന്നു? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈസ് ഈക്വൽ ടു -K ഇൻറ്റു ടിയുടെ സ്ഥലത്ത് എന്തെന്ന് കൊടുത്തു? 0 എന്ന് കൊടുത്തു. പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് I. ടിയുടെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആറിന്റെ വാല്യൂ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആറിന്റെ സ്ഥലത്ത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഈ ടേം 0 ആകും. അപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 ഈസ് ഈക്വൽ ടു I എന്ന് കിട്ടും. എന്താ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 എന്ന് പറയുന്നത്? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. അത് ഏതിന് ഈക്വൽ ആണെന്ന് കിട്ടി? ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് Iക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. T=0 ആകുമ്പോൾ R=R0, ആ വാല്യൂ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 ഈസ് ഈക്വൽ ടു I എന്ന് കിട്ടി. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. I എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ആണ്. ഈ Iക്ക് കിട്ടിയ വാല്യൂ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇക്വേഷൻ നമ്പർ 1 ഐയുടെ സ്ഥലത്ത് I=R0 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു -K ഇൻറ്റു ടി പ്ലസ് ഐയുടെ സ്ഥലത്ത് എന്ത് കൊടുത്തു? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 എന്ന് കൊടുത്തു. ഐയുടെ സ്ഥലത്ത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 ഈ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ R0 ഇപ്പുറത്ത് എടുത്തു. അപ്പോൾ അത് ഇപ്പുറത്ത് -I. അപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R മൈനസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 ഈസ് ഈക്വൽ ടു -K ഇൻറ്റു ടി എന്നായി. R0 മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 നമ്മൾ ഇപ്പുറത്ത് എടുത്ു. ഇനി അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. അപ്പോഴെന്തായി മാറി? R0 - R ആക്കി. സോ അപ്പോൾ R0 - R ഈസ് ഈക്വൽ ടു, അപ്പോൾ ഈ മൈനസ് സൈനും ചേഞ്ച് ചെയ്യും. സോ അപ്പോൾ KT ഈസ് ഈക്വൽ ടു R0 - R. R - R0 ആയിരുന്നു -KT. റീഅറേഞ്ച് ചെയ്തപ്പോൾ KT ഈസ് ഈക്വൽ ടു R0 - R എന്നായി. എങ്കിൽ നമുക്കതിൽ നിന്ന് K കണ്ടുപിടിക്കാം. K ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R/T. എന്താ K എന്ന് പറയുന്നത്? K എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 എന്ന് പറയുന്നത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. മോളാർ കോൺസെൻട്രേഷൻ R എന്ന് പറയുന്നത് T എന്ന് പറഞ്ഞ ടൈമിലുള്ള റിയാക്ടന്റ് കോൺസെൻട്രേഷൻ. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 എന്ന് പറയുന്നത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ, റിയാക്ഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള കോൺസെൻട്രേഷൻ. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് പറയുന്നത് T എന്ന് പറഞ്ഞ ടൈമിൽ നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ടന്റ് കോൺസെൻട്രേഷൻ ആണ്. സോ അപ്പോൾ നമുക്ക് K കണ്ടുപിടിക്കുക. ഒരു ഇക്വേഷൻ കിട്ടി. K ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R/T. ഇതാണ് സീറോ ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഇന്റഗ്രേറ്റർ റേറ്റ് ലാ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ നമുക്ക് നോക്കിയാലോ. റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയി മാറുന്നു എങ്കിൽ നമ്മൾ അതിന്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എടുത്തു. -D മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R/dt ഈസ് ഈക്വൽ ടു K ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R റൈസ് ടു ഓർഡർ 0 ആയതുകൊണ്ട് 0 എന്ന് കൊടുത്തു. R⁻0 1 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ വന്നു? -D മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R/dt ഈസ് ഈക്വൽ ടു K ഇൻറ്റു 1 എന്ന് വന്നു. ഇനി നമ്മൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുന്ന ഈ dt അങ്ങ് അപ്പുറത്ത് എടുത്തു. അപ്പോൾ D മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു -K ഇൻറ്റു dt എന്ന് കിട്ടി. ഇനി അടുത്ത് എന്താ നമ്മൾ ചെയ്യുന്ന? ഈ ഇക്വേഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. D മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ അത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ആയി മാറി. -K ഇൻറ്റു dt ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ അത് T ആയി മാറി. ഇന്റഗ്രേഷന്റെ കോൺസ്റ്റന്റ് കൊടുത്തു I. സോ അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു -K ഇൻറ്റു T പ്ലസ് I. ഇനി നമ്മൾ T=0 എന്ന് എടുത്തു. എന്ന് വെച്ചാൽ റിയാക്ഷൻ തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. T=0 എന്ന് എടുത്തു. അപ്പോൾ എടുത്ത റിയാക്ടന്റ് അതുപോലെ തന്നെ ഉണ്ട്. സോ അതിനെയാണ് നമ്മൾ R0 എന്ന് വിളിച്ചു. സോ അപ്പൊ T=0 ആണെങ്കിൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R എന്തായിരിക്കും? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 ആയിരിക്കും. ഈ വാല്യൂ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ അപ്പോൾ
മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആറിന്റെ സ്ഥലത്ത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ടിയുടെ സ്ഥലത്ത് 0 കൊടുത്തു പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് I കൊടുത്തു. അപ്പോൾ കെ ഇൻറ്റു 0 എന്തായി പോയി? 0 ആയി പോയി. സോ അപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 ഈസ് ഈക്വൽ ടു I എന്ന് കിട്ടി. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഐക്ക് ഈക്വൽ ആയി. ഈ വില നമ്മൾ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ അപ്പോൾ എന്താ? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ടി പ്ലസ് ഐയുടെ സ്ഥലത്ത് എന്ത് കൊടുത്തു? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 എന്ന് കൊടുത്തു. അപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ടി പ്ലസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0. ഇനി ഈ R0 നമ്മൾ ഇപ്പുറത്തെടുത്തു. അപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R മൈനസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ടി എന്നായി. ഒന്ന് റീഅറേഞ്ച് ചെയ്തു. അപ്പോൾ സൈൻ ഒന്ന് മാറ്റിയപ്പോൾ ഇത് പ്ലസ് ആയപ്പോൾ ഇത് തിരിഞ്ഞു വന്നപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R എങ്കിൽ കെ ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ബൈ ടി എന്ന് കിട്ടി. കെ എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് കോൺസ്റ്റന്റ് ആണ്. R0 എന്ന് പറയുന്നത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ, റിയാക്ഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള കോൺസെൻട്രേഷൻ. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് പറയുന്നത് എന്താ? ടി എന്ന് പറയുന്ന ടൈമിലുള്ള റിയാക്ടന്റെ കോൺസെൻട്രേഷൻ ആണ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് പറയുന്നത്. ഇപ്പൊ 0 ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റിലെ എക്സ്പ്രഷൻ എങ്ങനെയാണ്? കെ ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ബൈ ടി എന്നാണ്. ഇതാണ് 0 ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റിലെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് 0 ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റിലെ എക്സ്പ്രഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. നമ്മൾ എക്സ് ആക്സിസിൽ ടൈം എടുക്കുകയാണ്, ടി എടുക്കുകയാണ്. Y ആക്സിസിൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എടുക്കുകയാണ്. എക്സ് ആക്സിസ് ടൈമും Y ആക്സിസിൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. സോ അപ്പൊ നമുക്ക് ഗ്രാഫ് ഇങ്ങനെ കിട്ടും. ഇതിന്റെ ഈ ഇന്റർസെപ്റ്റ് ഈ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ പോയിന്റ് ഇതാണ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 എന്ന് പറയുന്നത്. അതായത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. സമയം കഴിയുന്ന അനുസരിച്ച് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരികയല്ലേ, അതുകൊണ്ടാണ് ഗ്രാഫ് ഇങ്ങനെ വന്നത്, താഴേക്ക് വന്നത്. സോ നമുക്കറിയാം ഇനിഷ്യലി ഉള്ള കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതൽ, അതുകൊണ്ടാണ് ഈ പോയിന്റ് ആണ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. സമയം കൂടുന്ന അനുസരിച്ച് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വന്നു, അതാണ് ഗ്രാഫ് താഴേക്ക് വന്നത്. അപ്പോൾ ഈ പോയിന്റ് ആണ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് മൈനസ് കെ എന്ന് പറയുന്നത്. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് കെ ആണ്. അപ്പോൾ എക്സ് ആക്സിസ് ടൈം എടുത്തു, Y ആക്സിസിൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എടുത്തു. സോ അപ്പൊ നമുക്കൊരു ഗ്രാഫ് കിട്ടി. ആ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് അപ്പോൾ ഉള്ള കോൺസെൻട്രേഷൻ ആണ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് അറ്റ് ദ ഇനിഷ്യൽ ടൈം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് മൈനസ് കെ എന്ന് പറയുന്നത്. ഇതാണ് 0 ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റിലെ എക്സ്പ്രഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. സോ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റിലെ എക്സ്പ്രഷൻ ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റിലെ എക്സ്പ്രഷൻ നോക്കൂ. റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയി മാറുന്നു, R gives P. സോ അപ്പൊ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എടുത്തു, മൈനസ് ഡി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ബൈ ഡി ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R റൈസ് ടു പവർ എത്രയാണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്, പവർ 1 കൊടുത്തു. സോ അപ്പോൾ മൈനസ് ഡി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ബൈ ഡി ടി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R റൈസ് ടു 1. ഞാൻ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ഈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ഇവിടെ കൊണ്ടുവന്നു, ഡി ടി അങ്ങ് അപ്പുറത്ത് പോയി. അപ്പൊ എന്താ കിട്ടുക? ഡി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി ടി എന്നായി. ഇതിനെ റീഅറേഞ്ച് ചെയ്തപ്പോൾ ഡി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി ടി എന്നായി. ഞാൻ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഇന്റഗ്രേറ്റഡ് ഡി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഇന്റഗ്രേറ്റഡ് ഡി ടി. സോ ഡി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നാച്ചുറൽ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് കിട്ടും. നാച്ചുറൽ ലോഗ്, Ln എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗാണ്.
ln മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്ന് കിട്ടും. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഈ വർഷം നിങ്ങൾക്ക് മാത്സിൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ ഇതിനെങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തായി കിട്ടുന്നതെന്ന് നിങ്ങൾ പഠിക്കും. സോ അപ്പോൾ ഡി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നാച്ചുറൽ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്ന് കിട്ടി. ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി ടി ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ടി എന്ന് കിട്ടി, പ്ലസ് ഇൻ്റഗ്രേഷൻ്റെ കോൺസ്റ്റന്റ് കൊടുത്തു ഐ. സോ അപ്പോൾ നാച്ചുറൽ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ടി പ്ലസ് ഐ എന്ന് കിട്ടി. അതാണ് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമ്മൾ എടുത്തു. നാച്ചുറൽ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ടി പ്ലസ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഐ. നേരത്തെ ഇത് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. നേരത്തെ പവർ 0 ആയിരുന്നു, ഇവിടെ നമ്മൾ 1 കൊടുത്തു. സോ എന്നിട്ട് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തു. ഈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ എടുത്ത് ഇപ്പുറത്തോണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഡി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ ബൈ മോളാർ കോൺസെൻട്രേഷൻ ഡി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗ് ആർ എന്ന് കിട്ടി. ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി ടി ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ടി എന്ന് കിട്ടി, പ്ലസ് ഇൻ്റഗ്രേഷൻ്റെ കോൺസ്റ്റന്റ് ഐ. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. എന്നിട്ട് നേരത്തെ പോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തു, ടി സമം 0 എടുത്തെന്ന് വെച്ചാൽ റിയാക്ഷൻ തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. സോ അപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ സമയം എന്തായിരിക്കും, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ 0 ആയിരിക്കും. ദാറ്റ് മീൻസ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. റിയാക്ഷൻ തുടങ്ങിയിട്ടില്ല, എടുത്ത റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഉണ്ട്. സോ അപ്പോൾ ടി സമം 0 ആകുമ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ 0 ആണ്. ഈ വാല്യൂ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ അപ്പം നാച്ചുറൽ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആറിന്റെ സ്ഥലത്ത് നമ്മൾ എന്തെന്ന് കൊടുത്തു, നാച്ചുറൽ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ 0 എന്ന് കൊടുത്തു. ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ടിയുടെ സ്ഥലത്ത് 0 കൊടുത്തു, പ്ലസ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഐ. ഈ വാല്യൂ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നാച്ചുറൽ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആറിന്റെ സ്ഥലത്ത് എന്ത് ചെയ്തു, നാച്ചുറൽ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ 0 എന്ന് കൊടുത്തു, മൈനസ് കെ ഇൻറ്റു ടിയുടെ സ്ഥലത്ത് 0 കൊടുത്തു, പ്ലസ് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഐ. അപ്പോഴെന്താ സംഭവിച്ചേ, കെ ഇൻറ്റു 0 ആ ടൈം എന്തായിപ്പോയി, 0 ആയിപ്പോയി. സോ അപ്പോൾ നാച്ചുറൽ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈസ് ഈക്വൽ ടു ഐ എന്ന് കിട്ടി. നാച്ചുറൽ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ 0 എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഐക്ക് ഈക്വൽ ആണ് എന്ന് കിട്ടി. ഈ ഐയുടെ വില നമ്മൾ എന്ത് ചെയ്തു, ഇക്വേഷൻ നമ്പർ 1 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്. ഐയുടെ സ്ഥലത്ത് ഈ കിട്ടിയ ഐയുടെ വില നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ അപ്പോൾ എന്താ, നാച്ചുറൽ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ടി പ്ലസ് ഐയുടെ സ്ഥലത്ത് എന്ത് കൊടുക്കുന്നു, ആ നാച്ചുറൽ ലോഗ് ആർ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഐക്ക് കിട്ടിയ വില ഐ ഈസ് ഈക്വൽ നാച്ചുറൽ ലോഗ് ആർ 0 മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ 0 എന്ന് കിട്ടിയ വില നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ ഐയുടെ സ്ഥലത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നാച്ചുറൽ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈസ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ടി പ്ലസ് ഐയുടെ സ്ഥലത്ത് നാച്ചുറൽ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ 0 എന്ന് വന്നു. ഞാൻ അന്ന് റീഅറേഞ്ച് ചെയ്തു. കെ ടി ഈസ് ഈക്വൽ ടു കെ ടി കണ്ടുപിടിച്ച് കെ ടി ഈസ് ഈക്വൽ ടു അപ്പോഴെന്താ ln ആർ 0 മൈനസ് ആർ ആവും അല്ലേ. ഇവിടെ മൈനസ് കെ ടി ഈസ് ഈക്വൽ ടു എന്താ, ln മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ മൈനസ് ln മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ 0. സോ അപ്പം ഞാൻ പ്ലസ് കെ ടി എടുത്തപ്പോൾ കെ ടി ഈസ് ഈക്വൽ ടു ln മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ 0 മൈനസ് ln മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ. ln മീൻസ് നാച്ചുറൽ ലോഗ്. ഇനി ലോഗരിതത്തിൽ മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിവിഷൻ ആണ്. ലോഗരിതത്തില് മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിവൈഡ് ആണ്. സോ അപ്പൊ എന്ത് വരും, കെ ടി ഈസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ 0 ബൈ നാച്ചുറൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്ന് വരും. ലോഗരിതത്തില് മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിവൈഡ് ആണ്. ഓക്കെ, സോ അപ്പോൾ മൈനസ് വന്നത് എങ്ങനെയായി, ഡിവിഷനായി മാറി. സോ അപ്പോൾ കെ ടി ഈസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ 0 ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്ന് കിട്ടി. ഇനി നാച്ചുറൽ ലോഗരിതത്തിനെ നോർമൽ ലോഗരിതത്തിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ 2.303 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നാച്ചുറൽ ലോഗരിതത്തിനെ നോർമൽ ലോഗരിതത്തിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് 2.303 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തു. സോ അപ്പൊ എന്ത് കിട്ടും, കെ ടി ഈസ് ഈക്വൽ ടു 2.303 ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആർ എന്ന് കിട്ടി. എന്തിനാ നമ്മൾ നാച്ചുറൽ ലോഗിനെ
നോർമൽ ലോഗരിതത്തിലോട്ട് മാറ്റാൻ വേണ്ടി 2.303 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നാച്ചുറൽ ലോഗ് എന്തായി മാറി? നോർമൽ ലോഗരിതമായി മാറി. സോ അപ്പൊ KT ഈസ് ഈക്വൽ ടു 2.303 ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് കിട്ടി. എങ്കിൽ അതിൽ നിന്ന് K കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? T അങ്ങ് അപ്പുറത്തെടുത്തു. അപ്പൊ K ഈസ് ഈക്വൽ ടു 2.303 ബൈ T ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R. K ഈസ് ഈക്വൽ ടു 2.303 ബൈ T ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R. ഇതാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ലാ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. K ഈസ് ഈക്വൽ ടു 2.303 by T log molar concentration of R0 by molar concentration of R. K എന്ന് പറയുന്ന റേറ്റ് കോൺസ്റ്റന്റ്, T ടൈം ആണ്. T എന്ന് പറഞ്ഞ ടൈമിലുള്ള റിയാക്ടറിന്റെ കോൺസെൻട്രേഷൻ ആണ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R. ഇനിഷ്യലി ഉള്ള റിയാക്ടറിന്റെ കോൺസെൻട്രേഷൻ ആണ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0. അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ലാ എക്സ്പ്രഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയി മാറുന്നു. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് മൈനസ് ഡി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ബൈ DT ഈസ് ഈക്വൽ ടു K ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R റൈസ് ടു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്, പവർ കൊടുത്തു 1. ഇനി അതൊന്ന് റീഅറേഞ്ച് ചെയ്തു. ഈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ഇപ്പുറത്ത് കൊണ്ടുവന്നു, DT അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ ഡി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു മൈനസ് K ഇൻറ്റു DT എന്നായി. നമ്മൾ ഇതിനെ എന്ത് ചെയ്തു? ഇന്റഗ്രേറ്റ് ചെയ്തു. സോ അപ്പോൾ ഡി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R നെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ അത് നാച്ചുറൽ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ആയി മാറി. മൈനസ് K ഇൻറ്റു DT ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ T ആയി, പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് I. സോ അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. നാച്ചുറൽ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു മൈനസ് K ഇൻറ്റു T പ്ലസ് I. അടുത്ത് നമ്മൾ എന്ത് ചെയ്തു? T സമം 0 എന്നെടുത്തു. റിയാക്ഷൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, ടൈം എന്താ? 0 ആണ്. അപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ഏതിന് ഈക്വൽ ആയിരിക്കും? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0. R0 എന്ന് പറയുന്നത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ തൊട്ട് മുമ്പുള്ള കോൺസെൻട്രേഷൻ. ആ വില T സമം 0 ആയിരിക്കുമ്പോൾ R സമം R0 എന്നുള്ള വില നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ R ന്റെ സ്ഥലത്ത് എന്ത് കൊടുത്തു? ln R0 ഈസ് ഈക്വൽ ടു മൈനസ് K ഇൻറ്റു T യുടെ സ്ഥലത്ത് 0 കൊടുത്തു, പ്ലസ് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് I. സോ അപ്പോൾ ഇത് K ഇൻറ്റു 0 0 ആയി. സോ അപ്പോൾ ln മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 ഈസ് ഈക്വൽ ടു നമുക്ക് I എന്ന് കിട്ടി. അപ്പോൾ ഐക്ക് നമുക്കൊരു വില കിട്ടി. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുത്തു. ഈ ഐയുടെ വില കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനകത്ത് ഐയുടെ സ്ഥലത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ln മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു മൈനസ് K ഇൻറ്റു T പ്ലസ് ഐയുടെ സ്ഥലത്ത് എന്തെന്ന് കൊടുത്തു? ln മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0. ഇനി ഞാൻ അതിൽ നിന്ന് KT കണ്ടുപിടിച്ചു. KT ഈസ് ഈക്വൽ ടു ln മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് ln മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R. ഇനി ലോഗരിതത്തില് മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഡിവിഷൻ ആണ്. സോ അപ്പൊ KT ഈസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് കിട്ടി. ഇനി നാച്ചുറൽ ലോഗരിതത്തിന്റെ നോർമൽ ലോഗരിതമാക്കാൻ വേണ്ടി 2.303 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ അപ്പൊ KT ഈസ് ഈക്വൽ ടു 2.303 നാച്ചുറൽ ലോഗ് സാധാ ലോഗരിതമായി ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R. എങ്കിൽ K ഈസ് ഈക്വൽ ടു 2.303 ബൈ T ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R. ഇതാണ് ഫസ്റ്റ് ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ലാ എക്സ്പ്രഷൻ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇന്റഗ്രേറ്റഡ് റേറ്റ് ലാ എക്സ്പ്രഷന്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. ഇതാ നോക്കൂ, എക്സ് ആക്സിസ് നമ്മൾ ടൈം ആണ് എടുത്തിരിക്കുന്നത്, T ആണ് എടുത്തിരിക്കുന്നത്. Y ആക്സിസിൽ നാച്ചുറൽ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ആണ് എടുത്തിരിക്കുന്നത്. 0 ഓർഡർ നമ്മളിവിടെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ആണ് എടുത്തത്. ഫസ്റ്റ് ഓർഡർ എന്താ എടുക്കാനുള്ളത്? നാച്ചുറൽ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് എടുക്കുക. എക്സ് ആക്സിസ് ടൈം, Y ആക്സിസിൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് നാച്ചുറൽ ലോഗരിതം എടുക്കുക. സോ അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. ആ ഗ്രാഫിന് ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0. ഈ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 ആണ്. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -K ആണ്.
ഈ ഗ്രാഫിന്റെ ഇന്റർസെപ്റ്റ് നാച്ചുറൽ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -k. ഫസ്റ്റ് ഓർഡറിന്റെ ഗ്രാഫ് സീറോ ഓർഡറിന്റെ ഗ്രാഫ് ഒറ്റ വ്യത്യാസമുള്ളൂ. ഫസ്റ്റ് ഓർഡറിന്റെ ഗ്രാഫിൽ നാച്ചുറൽ ലോഗ് വരുന്നു, സീറോ ഓർഡറിന്റെ ഗ്രാഫിനകത്ത് നാച്ചുറൽ ലോഗ് ഇല്ല. അത്ര വ്യത്യാസമുള്ളൂ. ബാക്കി ഗ്രാഫ് എല്ലാം സെയിം ആണ്. സോ അപ്പോൾ എക്സ് ആക്സിൽ ടൈം, വൈ ആക്സിൽ നാച്ചുറൽ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R ഗ്രാഫ് കിട്ടി. അതിന്റെ ഇന്റർസെപ്റ്റ് നാച്ചുറൽ ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0. അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് -k. സോ അടുത്ത് നമ്മൾ സീറോ ഓർഡർ റിയാക്ഷന് എക്സാമ്പിൾ നോക്കുകയാണ്. സീറോ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ നോക്കൂ. ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ ഇൻ ദ സർഫസ് ഓഫ് പ്ലാറ്റിനം. പ്ലാറ്റിനം എന്ന് പറഞ്ഞ മെറ്റലിന്റെ സർഫസിൽ വെച്ച് അമോണിയ ഡീകമ്പോസ് ചെയ്ത് നൈട്രജനും ഹൈഡ്രജനുമായി മാറുകയാണ്. പ്ലാറ്റിനം കാറ്റലിസ്റ്റിന്റെ സർഫസിൽ വെച്ച് അമോണിയ ഡീകമ്പോസ് ചെയ്ത് നൈട്രജനും ഹൈഡ്രജനുമായി മാറുകയാണ്. ഈ റിയാക്ഷൻ ഹൈ പ്രഷറിലാണ് നടക്കുന്നത്. സോ നമ്മൾ പ്രഷർ കൂട്ടി ഹൈ പ്രഷറായി റിയാക്ഷൻ തുടങ്ങുകയാണ്. എന്നിട്ട് നമ്മൾ അമോണിയയുടെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്താൽ ആ റിയാക്ഷന്റെ റേറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. ഹൈ പ്രഷറിൽ വെച്ച് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ അമോണിയയുടെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റിന് ഒരു ചേഞ്ചും ഉണ്ടാകുന്നില്ല. ദാറ്റ് മീൻസ് ഹൈ പ്രഷർ ആയി കഴിഞ്ഞാൽ അമോണിയയുടെ കോൺസെൻട്രേഷൻ ആ റിയാക്ഷന്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. സോ അപ്പൊ നമ്മുടെ റേറ്റിലെ എക്സ്പ്രഷൻ എങ്ങനെ വരും? റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NH3 റൈസ് ടു 0 എന്ന് വന്നു. എന്താ കാര്യം? അമോണിയയുടെ കോൺസെൻട്രേഷൻ മാറുമ്പോൾ റിയാക്ഷന്റെ റേറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. സോ അപ്പോൾ പവർ എത്രയായി? 0 ആയി. സോ അപ്പോൾ ആ റിയാക്ഷൻ സീറോ ഓർഡർ റിയാക്ഷൻ ആയി. സോ മെറ്റൽ സർഫസിൽ നടക്കുന്ന, മെറ്റൽ കാറ്റലിസ്റ്റിന്റെ സർഫസിൽ നടക്കുന്ന മിക്ക റിയാക്ഷൻസും ഇതുപോലെ സീറോ ഓർഡർ റിയാക്ഷൻസ് ആണ്. അമോണിയ ഡീകമ്പോസ് ചെയ്യുന്നു, പ്ലാറ്റിനം കാറ്റലിസ്റ്റിന്റെ സർഫസിലാണ്, ഹൈ പ്രഷറിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. സോ അപ്പോൾ നമ്മൾ ഹൈ പ്രഷർ വെച്ച് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അമോണിയയുടെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്താൽ അത് റേറ്റിന് ചേഞ്ച് ഉണ്ടാക്കുന്നില്ല, റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. സോ അപ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NH3 റൈസ് ടു 0. സോ അപ്പോൾ ഓർഡർ എന്തായി? 0 ആയി. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ നോക്കാം. ഇതാരാണ്? ഈഥീനാണ്. ഈഥീന് ഹൈഡ്രജനേഷൻ നടക്കുകയാണ്. ഈഥീൻ ഹൈഡ്രജനുമായി ചേർന്ന് എന്തായി മാറി? ഈഥേനായി മാറുകയാണ്. ഈ റിയാക്ഷന്റെ റേറ്റ് നമ്മൾ നോക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ഓർഡർ കണ്ടുപിടിക്കുന്നത് അറിയാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഈഥീന്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്നു. ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഈഥീന്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്നു. സോ അപ്പൊ ഈഥീന്റെ കോൺസെൻട്രേഷൻ മാറുന്ന അനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഈഥീന്റെ കോൺസെൻട്രേഷൻ ഡബിൾ ആവുമ്പോൾ റേറ്റും ഡബിൾ ആവുകയാണ്. C2H4ന്റെ കോൺസെൻട്രേഷൻ ഡബിൾ ആകുമ്പോൾ റേറ്റും ഡബിൾ ആകും. സോ അപ്പോൾ C2H4ന്റെ ഫസ്റ്റ് പവർ ആണ് റേറ്റ് എന്ന് നമുക്ക് മനസ്സിലായി. ഈ ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുകയാണ്. എന്ന് നമ്മൾ ഈഥീന്റെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തപ്പോൾ റേറ്റും ഡബിൾ ആയി. സോ അപ്പൊ നമുക്ക് മനസ്സിലാകും ഈഥീന്റെ കോൺസെൻട്രേഷന്റെ ഫസ്റ്റ് പവർ ആണ് റേറ്റ്. അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈഥീന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്യുന്നു. ഈഥീൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്യുന്നു. അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ റേറ്റിന് ഒരു ചേഞ്ചും ഇല്ല. ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തപ്പോൾ റേറ്റിന് ചേഞ്ച് ഇല്ല. ദാറ്റ് മീൻസ് ഹൈഡ്രജന്റെ കോൺസെൻട്രേഷൻ ഈ റിയാക്ഷന്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ആരുത് മാത്രമേ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ? ഈഥീന്റെ കോൺസെൻട്രേഷൻ മാത്രമേ റിയാക്ഷന്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. അതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നേ? ഈഥീന്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഡബിൾ ആക്കുമ്പോൾ റേറ്റും ഡബിൾ ആവും. ദാറ്റ് മീൻസ് ഫസ്റ്റ് പവർ. സോ അപ്പൊ റേറ്റ് എങ്ങനെ വരും? റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് C2H4 എന്ന് വരും. റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് C2H4 റൈസ് ടു 1. സോ അപ്പോൾ ഓർഡർ 1 ആണ്. ഇത് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് ഈ ഈഥീന്റെ ഹൈഡ്രജനേഷൻ എന്ന് പറയുന്നത്. എക്സാമിന് ചിലപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കും, അല്ലെങ്കിൽ സീറോ ഓർഡറോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് എക്സാമ്പിൾ എഴുതാൻ വേണ്ടി ചോദിക്കും. സോ നമ്മൾ ഓരോ എക്സാമ്പിൾസ് പഠിച്ചു വെച്ചിരിക്കണം. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ ആണ്. ഒരു റിയാക്ഷന്റെ ഹാഫ് ലൈഫിനെ നമ്മൾ T½ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് കാണിക്കുന്നത്. T½ എന്താണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒരു റിയാക്ഷനിൽ നമ്മൾ എടുക്കുന്ന റിയാക്ടന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ അത്
പകുതിയാകാൻ എടുക്കുന്ന സമയമാണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. 10 മോൾ റിയാക്റ്റന്റ് എടുത്താൽ അത് 5 മോളായി മാറാൻ എടുക്കുന്ന സമയത്തിനെ വിളിക്കുന്ന പേരാണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. നമുക്കറിയാം ഒരു റിയാക്റ്റന്റെ കോൺസെൻട്രേഷൻ സമയം കഴിയുന്നതനുസരിച്ച് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. സോ അപ്പൊ നമ്മൾ ഫസ്റ്റിൽ എടുക്കുന്ന കോൺസെൻട്രേഷൻ എത്രയാണോ അത് പകുതിയാകാൻ എടുക്കുന്ന സമയത്തിനെ വിളിക്കുന്ന പേരാണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. ടൈം റിക്വയർഡ് ഫോർ ദി ചേഞ്ച് ഓഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ഇൻറ്റു ഹാഫ്. ഒരു റിയാക്ഷനിൽ റിയാക്ടന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ പകുതിയാകാൻ എടുക്കുന്ന സമയത്തിനെ വിളിക്കുന്ന പേരാണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നു. അതിന് നമ്മൾ ടി ഹാഫ് എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് കാണിക്കുന്നത്. ഒരു റിയാക്ഷനിൽ റിയാക്ടന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ പകുതിയാകാൻ എടുക്കുന്ന സമയത്തിനെ വിളിക്കുന്ന പേരാണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഒരു സീറോ ഓർഡർ റിയാക്ഷന്റെ ടി ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നമുക്കറിയാം സീറോ ഓർഡർ റിയാക്ഷന്റെ കെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ ഇന്റഗ്രേറ്റർ റേറ്റിലെ എക്സ്പ്രഷൻ എഴുതി കണ്ടുപിടിച്ച കെ ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R/T ആണ്. കെ എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ്, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് പറയുന്നത് T എന്ന് പറഞ്ഞ ടൈമിലുള്ള കോൺസെൻട്രേഷൻ. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R/T എന്ന് കിട്ടി. സോ അതിൽ നിന്ന് ഞാൻ T കണ്ടുപിടിക്കുകയാണ്. അപ്പൊ എന്ത് കിട്ടും? T ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R/K ഇങ്ങ് താഴെ വന്ന് K എന്ന് കിട്ടും. അപ്പോൾ T കണ്ടുപിടിക്കുക ഇക്വേഷൻ കിട്ടി. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R/K എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടി. ഇനി ഞാൻ ടൈമിന്റെ സ്ഥലത്ത് ഇപ്പൊ എത്ര എടുക്കാൻ പോകുന്നേ? T ഈസ് ഈക്വൽ ടു T ഹാഫ്. റിയാക്ടന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ പകുതിയാകാൻ എടുക്കുന്ന സമയമാണ് T ഹാഫ്. സോ അപ്പൊ Tയുടെ സ്ഥലത്ത് ഞാൻ എന്തെന്നെടുത്തു? T ഹാഫ് എന്നെടുത്തു. Tയുടെ സ്ഥലത്ത് T ഹാഫ്. അപ്പോഴെന്താ T ഹാഫ് എന്ന് പറയുന്നത്? റിയാക്ടന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ പകുതിയാകാൻ എടുക്കുന്ന സമയമാണ്. സോ അപ്പോ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R എന്തായിരിക്കും? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 അല്ലേ, അത് പകുതിയാകാൻ എടുക്കുന്നതാണ്. അപ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0/2. റിയാക്ടന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ പകുതിയാകാൻ എടുക്കുന്ന സമയമാണ് T ഹാഫ്. സോ അപ്പൊ ഞാൻ Tയുടെ സ്ഥലത്ത് T ഹാഫ് കൊടുത്താൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Rന്റെ സ്ഥലത്ത് എന്ത് കൊടുക്കണം? ഇനിഷ്യൽ പകുതിയാകണം. സോ അപ്പോ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0/2. ഈ വാല്യൂ ഞാൻ എന്ത് ചെയ്ത ഇതിനകത്തോണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ Tയുടെ സ്ഥലത്ത് എന്താ കൊടുക്കുക? T ഹാഫ് എന്ന് കൊടുത്തു. ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Rന്റെ സ്ഥലത്ത് എന്താ? റിയാക്ടന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ പകുതിയാകണം. സോ അപ്പോ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദ ഹോൾ ഡിവൈഡഡ് ബൈ K. സോ അപ്പൊ T ഹാഫ് ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0/2 ദ ഹോൾ ഡിവൈഡഡ് ബൈ K എന്ന് കിട്ടി. That is T half is equal to molar concentration of R0/2K. T half എന്ന് പറയുന്നത് എന്താ? ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 എന്ന് പറയുന്നത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ, K എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ്. സോ അപ്പൊ എനിക്ക് സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് T ഹാഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടി. എന്താ? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0/2K. സോ അപ്പൊ നമുക്കൊന്നും കൂടെ നോക്കാം. എന്താണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ? ഒരു റിയാക്ഷനിൽ റിയാക്ടന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ പകുതിയാകാൻ എടുക്കുന്ന സമയത്തിനെ വിളിക്കുന്ന പേരാണ് ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. അതിന് നമ്മൾ T ഹാഫ് എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ് കാണിക്കുന്നത്. സോ നമുക്ക് സീറോ ഓർഡർ റിയാക്ഷന്റെ കേസാണ് നമ്മൾ ആദ്യം എടുത്തത്. നമുക്കറിയാം സീറോ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റർ എക്സ്പ്രഷൻ എന്ന് പറയുന്ന K ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R/T എന്നാണ്. നമ്മൾ അതിൽ T കണ്ടുപിടിച്ചു. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R/K എന്നാണ്. ഇനി Tയുടെ സ്ഥലത്ത് നമ്മൾ എന്തെടുത്തു? T ഹാഫ് എടുത്തു. T ഹാഫ് എന്ന് പറയുന്നത് എന്താ? റിയാക്ടന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ പകുതിയാകാൻ എടുക്കുന്ന സമയമാണ്. സോ അപ്പോ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R എന്തായിരിക്കും? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0/2, ഇനിഷ്യലിന്റെ പകുതിയാകാൻ എടുക്കുന്ന സമയം. ഇത് നമ്മൾ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Tയുടെ സ്ഥലത്ത് T ഹാഫ് കൊടുത്തു,
മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആറിന്റെ സ്ഥലത്ത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 by 2 കൊടുത്തു. ദ ഹോൾ ഡിവൈഡഡ് ബൈ K. സിംപ്ലി ചെയ്തപ്പോൾ T half is equal to മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 by 2K എന്ന് കിട്ടി. T half എന്ന് പറയുന്നത് എന്താ? ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. R0 എന്ന് പറയുന്നത് എന്താ? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ. K എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. സോ ഇതാണ് സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. T half is equal to മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 by 2K. ഈ ഇക്വേഷനിലേക്ക് നിങ്ങൾ നോക്കി, ഞാൻ ഇവിടെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഇൻക്രീസ് ചെയ്യാം, തുടക്കത്തിൽ എടുക്കുന്ന കോൺസെൻട്രേഷൻ കൂട്ടുകയാണ്. അതെങ്ങനെ T half-നെ അഫക്റ്റ് ചെയ്യും? ഇതിന്റെ ഡിനോമിനേറ്ററുള്ള ആരൊക്കെയാ? 2ഉം Kയുമാണ്. K ഒരു കോൺസ്റ്റന്റ് ആണ്, റേറ്റ് കോൺസ്റ്റന്റ് ആണ്. സോ അപ്പൊ K എന്ത് ചെയ്യില്ല? ചേഞ്ച് ചെയ്യില്ല. സോ അപ്പൊ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഇനിഷ്യലി ഇൻക്രീസ് ചെയ്താൽ അതിനനുസരിച്ച് ആരും കൂടും? T half-ഉം കൂടും. കാര്യം ഡിനോമിനേറ്ററുള്ള വാല്യൂസ് രണ്ടും കോൺസ്റ്റന്റ് ആണ്. സോ അപ്പോ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഇൻക്രീസസ്, half life of reaction increases for zero order reaction. ഒരു സീറോ ഓർഡർ റിയാക്ഷന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ കൂടിയാൽ ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷനും കൂടും. സോ അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ ഹാഫ് ലൈഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ. ഒരു സീറോ ഓർഡർ റിയാക്ഷന് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഇൻക്രീസ് ചെയ്താൽ ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷനും ഇൻക്രീസ് ചെയ്യും. എന്തുകൊണ്ട് അങ്ങനെ വന്നേ? T half കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് R0 by 2K എന്നായിരുന്നു. ഈ ഡിനോമിനേറ്ററുള്ള രണ്ട് വാല്യൂം കോൺസ്റ്റന്റ് ആണ്. സോ അപ്പോൾ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യും? ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷനും ഇൻക്രീസ് ചെയ്യും. സോ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ T half is directly proportional to initial molar concentration of reactant.